ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോൺ അപ്പറ്റൈറ്റ് യുവർ മെജസ്റ്റി എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ കിങ് ആയിട്ടുള്ള ഈഹൺ ഇപ്പൊ കുടിച്ച് ബോധമില്ലാതെ ഫുഡ് കൊടുക്കാമെന്ന് നമ്മുടെ യൻജിയെ കിസ് ചെയ്തുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവളാകെ ഭ്രാന്ത് പിടിച്ചിട്ട് എന്നാലും അവൻ എങ്ങനെ തന്നോട് ഈ ഒരു കാര്യം ചെയ്യാൻ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ദേഷ്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നൊരു ഫുഡ് വെട്ടി വെട്ടി അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് കാണുന്ന അവളുടെ ഒപ്പമുള്ള എല്ലാവരും ഇവൾക്കിത് പെട്ടെന്ന് എന്ത് പറ്റി വട്ടായോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവളിപ്പോ അവിടെ ഇരുന്ന ഒരു മീനിനെ പിച്ച് ചീന്തിയിട്ട് ഈഹണ്ണെ തന്റെ കയ്യിൽ കിട്ടാണെങ്കിൽ ഇതുപോലെ ഞാൻ അവനെ പിച്ച് ചീന്തുമെന്ന് ഗിലിനെ നോക്കി പറയുന്നുണ്ട്. കാരണം തന്റെ പെർമിഷൻ കൂടാണ്ട് തന്നെ അങ്ങനെ കിസ് ചെയ്തതുകൊണ്ട് ഇതിന്റെ വളരെ ദേഷ്യത്തിലാണ് യൻജി ഇപ്പൊ ഇരിക്കുന്നത്. അങ്ങനെ ഇപ്പോ കിങ്ങിന് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ അത് സെർവ് ചെയ്യാനായിട്ട് കിങ്ങിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവനാകട്ടെ ഇന്നലെ അടിച്ച കാരണം കൊണ്ട് തന്നെ അവനൊന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷെ അവളാകട്ടെ അവിടേക്ക് വന്നിട്ട് പണ്ടത്തെ പോലെ അല്ലാണ്ട് ഇപ്പൊ വളരെ വിയേർഡായിട്ടാണ് അവന്റെ അടുത്ത് പേര് പറകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് ഇതിപ്പോ എന്താ അവൾക്ക് പെട്ടെന്ന് പറ്റിയെന്ന് ആലോചിച്ച് ഒന്നും മനസ്സിലാവാതിരിക്കുകയാണ് കിങ്. അങ്ങനെ ഇപ്പോൾ അവൻ ഓർമ്മയില്ലെന്ന് മനസ്സിലാക്കി അവൾ ചെറുതായിട്ട് അവനെ റിമൈൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും അവനാകട്ടെ അതിനെക്കുറിച്ച് ഒരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു പെൺകുട്ടിയല്ല താനെന്നും എനിക്കങ്ങനെ നിങ്ങളുടെ അടുത്ത് വലിയ ഫീലിങ്സ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ലെന്നും അവൾ കിങ്ങിന്റെ അടുത്ത് പറയുമ്പോൾ നിന്നെ അതിന് ഞാൻ ഒരു പെണ്ണായിട്ട് പോലും കണ്ടിട്ടില്ലെന്നും നീ എന്റെ വെറും ഒരു ചീഫ് കുക്ക് മാത്രമാണെന്നും കിങ് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും നമ്മുടെ കിങ്ങിന്റെ ഉള്ളിൽ യൻജിയുടെ അടുത്ത് ചെറിയ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അവൾ പോയതിനു ശേഷം ഇങ്ങോട്ടുള്ള ഈഹൺ ഇപ്പോൾ അവന്റെ ഊനച്ചിനെ വിളിച്ചിട്ട് ഇന്നലെ എന്തെങ്കിലും ഞങ്ങൾക്കിടയിൽ സംഭവിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഊനച്ച് ആദ്യം ഇതെങ്ങനെ പറയുന്ന ആലോചിച്ച് ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് തലേദിവസം രാത്രി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചതിന്റെ ആ ഒരു ഹാങ് ഓവറിൽ അവൻ അവളെ കിസ് ചെയ്തു എന്ന് ഊനച്ച് പറയുമ്പോൾ അത് കേട്ട് കിങ് ആയിട്ടുള്ള ഈഹൺ ആകെ ഞെട്ടി പോകുന്നുണ്ട്. മാത്രമല്ല അവനിപ്പോ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കുന്ന അറിയാണ്ട് എന്തോ ഒരു നാണക്കേടും തോന്നുന്നുണ്ട്. അങ്ങനെ കിങ് ആകട്ടെ ഈ ഒരു ഷോക്കിൽ നിൽക്കുമ്പോൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി വരുന്ന യൻജി ആകട്ടെ അവൻ എന്ത് വൃത്തികെട്ടവനാണെന്നും കുടിച്ച് ബോധമില്ലാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി പോലും ഏറ്റെടുക്കാണ്ട് എന്തിന് തന്നോടൊരു സോറി പോലും പറയാണ്ട് എന്ത് സ്വഭാവമാണ് അവന്റെ എന്നൊക്കെ അവൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വരിക തന്നെ ഇവരെ ഒരിക്കലും പറ്റിച്ചിട്ടുണ്ടായിരുന്ന കിങ്ങിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ കൂടിയായുള്ള ഗോങ് ഇപ്പൊ അവിടേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഗോങ് അവളെ കാണുമ്പോൾ തന്നെ എന്റെ ആ ഒരു മെയ്ഡിനെ എങ്ങനെയായെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ ആ ഒരു മൊഗ്ജുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെയ്ഡ് നമ്മുടെ ഗിലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്ന സമയത്ത് അവളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗോങ് തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പോ യൻജി ഗിലിനെ ആക്രമിക്കാൻ നോക്കിയ ഒരാളെ നീ കണ്ടോ എന്ന് ഗുങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അത് ശരിക്കും ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നും പക്ഷെ അത് ഈ കോട്ടയിൽ തന്നെ ആളാവാനായിരിക്കും സാധ്യത എന്നും അതുകൊണ്ട് അവരുടെ രണ്ടുപേരോടും കെയർഫുൾ ആയിട്ടിരിക്കാനും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അവിടേക്ക് പോയി അവൻ പിന്നീട് മറിഞ്ഞു നിന്ന് നേരെ നമ്മുടെ യൻജിയെ നോക്കിയിട്ട് കുറച്ചുനാള് ഞാൻ നിന്റെ പുറകെ നടക്കുകയാണെങ്കിൽ എല്ലാ സത്യങ്ങളും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് അവൻ അവന്റെ കയ്യിലിരിക്കുന്ന ഒരു ടൂൾ ഇപ്പൊ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അത് ശരിക്കും എന്താന്ന് വെച്ചാൽ അന്ന് ആ ഒരു കുക്കിംഗ് കോമ്പറ്റീഷന്റെ ഇടയിൽ ഗില്ലിനെ മുഗ്ജുവിന്റെ ആ ഒരു മെയ്ഡ് കൊല്ലാനായിട്ട് നോക്കിയപ്പോൾ അവളുടെ തലയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടൂള് യൂസ് ചെയ്തിട്ടാണ് അവൾ ആക്രമിക്കാൻ ശ്രമിച്ചത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഗോങ്ങിന് തന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പണ്ട് പാലസിലേക്ക് ഇവർ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്ന അവന്റെ അനീതിയെ കൊന്നുകളഞ്ഞതിന് ശേഷം വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അവളുടെ ബോഡി പോലും പാലസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പോരാത്തതിന് ആ മരിച്ചു കിടക്കുന്ന അവന്റെ സിസ്റ്ററിന്റെ കയ്യിലും അതുപോലെ തന്നെയുള്ളൊരു ടൂള് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവൻ ആ ഒരു 2 ടൂളും കൂടി മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് രണ്ടും ഒരേ ടൂള് തന്നെയാണെന്നും അവന് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ യൻജിക്കും അവളുടെ മെയ്ഡിനും പുറകിലായിട്ട് പ്രവർത്തിക്കുന്നവര് തന്നെയാണ് തന്റെ സിസ്റ്ററിന്റെ മരണത്തിനും കാരണമെന്ന് അവന് മനസ്സിലാകാണ്. അങ്ങനെ ശരിക്കും ഈ ഒരു സത്യം കണ്ടുപിടിക്കാൻ തന്നെ വേണ്ടിയാണ് അവൻ മാക്സിമം ഇപ്പൊ യൻജിയുടെ അടുത്ത് കൂട്ടുകൂടാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ ഇപ്പൊ പിറ്റേ ദിവസം കോട്ടയിൽ വെച്ചിട്ട് കിങ് അവന്റെ നല്ലൊരു ഫ്രണ്ടും കൂടിയായിട്ടുള്ള സഞ്ജയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തലേദിവസം നടന്ന കാര്യങ്ങളൊക്കെ താൻ അറിഞ്ഞുവെന്നും അവളുടെ സമ്മതം ഇല്ലാണ്ട് നീ എന്തായാലും അവളുടെ അടുത്ത് ചെയ്തത് മോശമാണെന്നും അതുകൊണ്ട് അവളോട് സോറി ചോദിക്കാൻ എന്ന പോലെ അവൾക്ക് ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാനും സുങ്ജയപ്പോ അവന്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ശരിക്കും ഈ സുങ്ജയ്ക്കാകട്ടെ എങ്ങനെയെങ്കിലും നമ്മുടെ കിങ് ആയിട്ടുള്ള ഈഹണിനെയും യൻജിനെയും ഒരുമിപ്പിച്ചിട്ട് മുഗ്ജുവിനെ പുറത്താക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. കാരണം മുഗ്ജു ആകട്ടെ ഇത്രയും നാളും അവനൊരു കളിപ്പാവനെ പോലെ ഇട്ട് തട്ടി കളിക്കുകയായിരുന്നു എന്നും അതിനൊരു മോചനം വേണമെന്നും അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം കൊട്ടാരത്തിലുള്ള പബ്ലിക് ആയിട്ടുള്ള മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യേ തന്നെ പെട്ടെന്ന് മരിച്ചു പോയിട്ടുള്ള അവന്റെ അമ്മയുടെ ഓർമ്മകളൊക്കെ വരുന്നുണ്ടെങ്കിലും ആ ഒരു വിഷമത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവന് യൻജിയുടെ മുഖമാണ് മനസ്സിലേക്ക് കയറി വരുന്നത്. മാത്രമല്ല ഇപ്പൊ അവൻ നടന്ന് ചെന്നിരിക്കുന്നതും ഏകദേശം ആ ഒരു കിച്ചന്റെ ഭാഗത്തേക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു മൊമെന്റിലാണ് എന്തുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ വിഷമം വരുമ്പോൾ ഞാൻ യൻജിയെ പറ്റി ആലോചിക്കുന്നതെന്ന് അവൻ സ്വയം ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ ഡെസ്പായിട്ടിരിക്കുന്ന അവൻ അന്ന് ഫുഡ് വേണ്ടാന്ന് പറയുകയും അവന്റെ ഒരു ഊനച്ച് ഈ ഒരു കാര്യം കുക്കുകളൊക്കെ അറിയിക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ അവന് വീണ്ടും വിശക്കാമെന്നും അതുകൊണ്ട് നമുക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്നും യുൻജി ഇപ്പൊ പറയുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ അവരുടെ ഒപ്പം ജൂനിയർ കുക്കായിട്ടുണ്ടായിരുന്ന മാ അവന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു വിഷം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ശരിക്കും അത്
മൊഗ്ജു അവന് കൊടുത്തിട്ട് ഈ ഒരു പോയിസൺ എങ്ങനെയെങ്കിലും തന്റെ ഫുഡിലൊക്കെ കിടത്തി. അതിനെല്ലാം കാരണം അത് ചെയ്തതൊക്കെ യഞ്ചിയാണെന്ന് വരുത്തി തീർത്ത് അവൾ എങ്ങനെയെങ്കിലും ആ ഒരു കിച്ചണിൽ നിന്ന് പുറത്താക്കാനായിട്ടാണ് അവര് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങളായിട്ട് യഞ്ചി ഇപ്പോൾ കിങ്ങിന് വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള അവന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും കിങ് ആകട്ടെ അവരൊന്ന് അകത്തേക്ക് കയറ്റ പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഈ രാജാവിന് എന്ത് പറ്റിയെന്നും സാധാരണ ഫുഡിനോട് അങ്ങനെ നോ പറയുന്ന ആളൊന്നല്ല രാജാവെന്നും അതുകൊണ്ട് ഇപ്പം എന്തോ സീരിയസ് ആയിട്ടുള്ള വലിയ പ്രശ്നം ഉണ്ടായിരിക്കുമെന്നും അവളങ്ങനെ ആലോചിച്ച് ഇരിക്കുന്ന അതേ നേരം തന്നെ വേറൊരു സൈഡില് ഇത്രയും വിഷമങ്ങൾക്കിടയിലും യഞ്ചിയെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങായിട്ടുള്ള ഈ ഹണ്ണും. എന്നാ തൊട്ട് നിമിഷം തന്നെ ഇരുവരും തങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബാക്കിയുള്ളവരെ പറ്റി ചിന്തിക്കുന്നതെന്ന് ആലോചിച്ച് നോർമലായിട്ട് വരുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചെറിയ ഫീലിംഗ് നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇപ്പൊ വീണ്ടും വീണ്ടും ഈ ഹൺ അവളെ പറ്റി തന്നെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് അവൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ തോന്നുകയും അതവൻ ഊനച്ചിനോട് പറയുമ്പോൾ ഊനച്ച് അതിനുവേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് അടുത്ത സീനിൽ നമ്മൾ കാണിക്കുന്നത് യഞ്ചി പതിവ് പോലെ ഇല്ലാതെ വളരെ സന്തോഷത്തിൽ തന്നെ അവന് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി അവന്റെ അടുത്തേക്ക് വരുന്നതാണ്. അന്ന് ഇരുവരും നല്ല സന്തോഷത്തിൽ തന്നെ സമാധാനത്തിൽ പരസ്പരം സംസാരിച്ച് ഫുഡൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം താൻ ഉണ്ടാക്കിയ ഫുഡ് അവൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന കണ്ട് വളരെ സന്തോഷമായിട്ട് തന്നെ അവൾ ചിരിച്ചു കളിച്ച് ഒരു കുഞ്ഞിനെ പോലെ അവിടെ നിന്ന് ഓടിച്ചാടി തുള്ളി പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജനലിലൂടെ നോക്കി നിൽക്കുമ്പോൾ അവളെ കണ്ട് തന്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നത് ഈ ഹണ്ണ് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. ഇതെന്ന് തന്നെ വേറൊരിടത്ത് പ്രിൻസ് ആയിട്ടുള്ള ജേസനെ നമ്മളെ കാണിക്കുന്നുണ്ട്. നമ്മളെ ഇതിനു മുമ്പ് കണ്ടതുപോലെ നമ്മുടെ കിങ്ങിന്റെ ഒരു അങ്കിള് കൂടിയിട്ടായിട്ടുള്ള ജേസൺ എങ്ങനെയെങ്കിലും കിങ് ആയിട്ടുള്ള ഈഹനെ ഇപ്പൊ അവന്റെ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് സ്വയം ഈ ഒരു നാടിന്റെ കിങ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈഹനെതിരെ അവൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ഒരു പറ്റിയ അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യാണ്. പക്ഷെ ഇതിനൊക്കെ ഇടയിലാണ് അന്ന് ഇവിടെ ടൈം ട്രാവൽ ചെയ്ത് വന്നപ്പോ ഏതോ ഒരു ലിബല് ഇവരുടെ പ്ലാനൊക്കെ തെറ്റിച്ച് ഒരുപാട് റിസ്ക് എടുത്തിട്ട് ഈഹനെ ഒരു സ്പോട്ടിൽ വെച്ച് അമ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ ജെയ്സൺ ആ അമ്പിന്റെ ഒക്കെ പുറകിലുണ്ടായിരുന്ന ഒരാളെ കണ്ടുപിടിച്ചിട്ട് നീ എന്ത് മണ്ടത്തരാണ് ചെയ്തതെന്നും നീ കാരണം നമ്മുടെ പ്ലാനൊക്കെ വെള്ളത്തിലാവുമെന്നും ഇനി മുതൽ ചോദിക്കാത്ത ഒരു കാര്യം ചെയ്യരുതെന്നും അവന് വോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജെയ്സനെ കണ്ട് ഇറങ്ങുമ്പോ തന്നെ ഒരു മിനിസ്റ്റർ ഇപ്പൊ നേരെ പോകുന്നത് ഒരു മാസ്ക്ഡ് ആയിട്ടുള്ള ഒരു മാനിന്റെ അടുത്തേക്കാണ്. അവനെ ചെന്ന് കണ്ടിട്ട് ജെയ്സൺ ഈ ഒരു കാര്യമെല്ലാം അറിഞ്ഞുവെന്നും അതുകൊണ്ട് നീ കുറച്ചു നാള് സേഫ് ആയിട്ട് നിൽക്കാനും ആ ഒരു മിനിസ്റ്റർ ആ ഒരു മാസ്ക്ഡ് ആയിട്ടുള്ള വ്യക്തിയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ കുറച്ച് നടന്നു നീങ്ങുമ്പോഴേക്കും ജെയ്സന്റെ ആൾക്കാർ വന്ന് അവൻ ആക്രമിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെ കഷ്ടിച്ച് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പിന്നീടാണ് അത് ശരിക്കും കൊങ്ങ് തന്നെയായിരുന്നെന്ന് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം ജെയ്സൺ ഇപ്പൊ നേരെ രാജാവിന്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ട്. ഇതിപ്പോ എല്ലാ കൊല്ലവും നടക്കുന്ന ഒരു ചടങ്ങ് തന്നെ ആയതുകൊണ്ട് അതിനുവേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഊനച്ചിപ്പ ചെന്നിട്ട് കുക്സിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവന് വേണ്ട നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ അവര് തീരുമാനിക്കുമ്പോൾ ഇതേ നേരം തന്നെ മൊഗ്ജുന്റെ ആ ഒരു സെർവന്റ് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മായ എന്ന ആ ഒരു ജൂനിയർ കുക്കിനെ കണ്ടിട്ട് മൊഗ്ജു ഇത് നിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞതാണെന്നും നീ സെപ്പറേറ്റ് ആയിട്ട് അവൾ പറഞ്ഞത് കേൾക്കണമെന്നും അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ യഞ്ചി ആകട്ടെ എല്ലാവരോടും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇന്ന് എന്ത് ഡിഷാണ് ഉണ്ടാക്കേണ്ടത് ഡിസ്കസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഇടയിലാണ് ആ ഒരു യങ് ആയിട്ടുള്ള കുക്ക് വന്നിട്ട് തനിക്ക് മൊഗ്ജുവിന്റെ ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അതിന് പോവാണെന്നും യഞ്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഒരു പക്ഷെ ശരിയായിരിക്കാം മൊഗ്ജു അവന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും രാജാവ് തന്റെ അടുത്ത് നേരിട്ട് തന്റെ അടുത്ത് താൻ കുക്ക് ചെയ്യണ്ട എന്ന് പറയാതിരുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ ആ ഒരു ഡ്യൂട്ടി താനും ചെയ്യുമെന്നും യഞ്ചിയും തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് സമയം എടുത്ത് യഞ്ചി അവന് ഒത്തിരി ഇഷ്ടമാവാൻ പോകുന്ന ആ ഒരു സൂപ്പർ ടേസ്റ്റിയായ ഒരു ഡിഷൊക്കെ ഉണ്ടാക്കി അതിന് നല്ല പോലെ തന്നെ ഗാർണിഷ് ചെയ്ത് നല്ല പോലെ തന്നെ പ്രസന്റ് ചെയ്ത് അവിടേക്ക് വെക്കുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് തന്നെ മൊഗ്ജു എത്തിയിട്ട് മനഃപൂർവ്വം തന്നെ അതിലൊരു ഡിഷ് താഴേക്കിട്ട് അതിനെ നശിപ്പിച്ച് കളയാണ്. അങ്ങനെ പിന്നീട് അവൾ എന്തൊക്കെയോ ചെയ്ത് അതിനൊക്കെ ശരിയാക്കാനായിട്ട് നോക്കിയിട്ട് പിന്നീട് നേരെ തന്നെ ജസനും കിങ്ങും കൂടി ഫുഡ് കഴിക്കുന്ന റൂമിലേക്ക് ആദ്യം മൊഗ്ജുവും അവളുടെ ആൾക്കാരും അവരുടെ പുറകിലായിട്ട് യഞ്ചിയും അവളുടെ ആൾക്കാരും കൂടി അവരുണ്ടാക്കി വെച്ച ഫുഡൊക്കെ സെർവ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല അന്നൊരു ചെക്കപ്പ് ഡേ കൂടി ആയിരുന്നതുകൊണ്ട് ഡോക്ടർ ആകട്ടെ കിങ്ങിന്റെ അടുത്ത് കുറച്ച് നാളത്തേക്ക് ഡയറ്റ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണമെന്നും അധികം തണുത്ത ഫുഡുകളൊന്നും കഴിക്കരുതെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആലോചിക്കാതെ മൊഗ്ജു ഇപ്പോ അവളുടെ ഇഷ്ടത്തിനായിട്ട് അവനെ ഒരു തണുത്ത സൂപ്പ് തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതും. അങ്ങനെ ഇപ്പൊ അത് കാണുമ്പോൾ തന്നെ തനിക്ക് ഒരിക്കലും ഇത് കുടിക്കാൻ സാധിക്കില്ലെന്നും ഡോക്ടർ അത് വിലക്കിയതാണെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇതേ നേരം തന്നെ ഇപ്പോ അടുത്തതായിട്ട് നമ്മുടെ യൊഞ്ചി ഉണ്ടാക്കുന്ന ആ ഒരു ഡിഷ് ജെയ്സണും കിങ്ങും ആദ്യം കഴിച്ചു നോക്കുമ്പോൾ തന്നെ അവരെന്തോ വേറൊരു ലോകത്തിലേക്ക് എത്തിയ പോലെ അതിന്റെ ഒരു ടേസ്റ്റിൽ അവർ അലിഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് അത് ഒത്തിരി ഇഷ്ടമായിട്ട് അവർ വീണ്ടും വീണ്ടും കഴിക്കുമ്പോൾ മൊഗ്ജു ആകട്ടെ എല്ലാ ടേബിളിൽ ആ ഒരു ഫുഡ് ഒന്ന് തൊടാണ്ട് പോലും ഇരിക്കുന്ന കാണുമ്പോൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ അവർക്ക് വേണ്ടി ഇത്രയും നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷൊക്കെ ഉണ്ടാക്കി കൊടുത്ത അവിടെ എൻജി
കുട്ടിയുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം താൻ സാധിച്ചു തരാമെന്ന് ഈ ഹങ് ഇപ്പൊ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ തന്റെ ആ ഒരു ബുക്കിന്റെ കാര്യം അവൾ ആദ്യം പറയാൻ വരുന്നുണ്ടെങ്കിലും പിന്നീട് എന്തോ അവൾ അത് പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ശരിക്കും ആ ഒരു ബുക്ക് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നും അത് ആകെ കൂടി ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത് കിങ് തന്നെയാണെന്നും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ പിറ്റേ ദിവസം തന്നെ ഈ ഹങ്ങിന്റെ ഒരു ഫ്രണ്ട് കൂടിയിട്ടായിട്ടുള്ള സഞ്ജയ് ഇപ്പോ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ഹങ് ആ ഒരു മലയുടെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്ന എൻജിയുടെ ആ ഒരു ബാഗ് അവന് തിരികെ കൊടുത്തിട്ട് അത് ഒരു സമ്മാനമായിട്ട് അവൾക്ക് കൊടുക്കുവാനും നല്ല ഫുഡ് ഉണ്ടാക്കുന്നതിൽ അവൾ താങ്ക് ചെയ്യാനും പറയുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളില് മുഗ്ജുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും യഞ്ചിയും ഇഹങ്ങുമായിട്ട് അടുക്കാനായിട്ടുള്ള ഒരു അവസരങ്ങളാണ് അവനിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിലെന്തോ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടെന്ന് വിചാരിച്ച് അന്ന് തന്റെ സോൾജിയറിനെ വിട്ട് താനത് എടുപ്പിച്ചതാണെന്നും അത് അവൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കുമെന്നും അവരിപ്പോ പറയുന്നുണ്ട്. മാത്രമല്ല ചൈനക്കാരുടെ കിങ്ങിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യൻ നമ്മുടെ രാജ്യത്തിലേക്ക് ഇപ്പൊ വന്നിട്ടുണ്ടെന്നും അവൻ ഒറ്റയ്ക്കല്ലെന്നും അവന്റെ ഇപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള 3 കുക്കുകൾ ഉണ്ടെന്നും എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനൊക്കെ സഞ്ജയ് ഇപ്പോ കിങ് ആയിട്ടുള്ള ഈഹന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു പൊളിറ്റീഷ്യനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോ ഓൾറെഡി ഒരു രാജ്യത്തിലേക്ക് വന്നിട്ട് അടുത്ത ആൾക്കാരിപ്പോ അവനോടുള്ള ഒരു റെസ്പെക്ട് കാരണം അവനെ നന്നായിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് അവന് വേണ്ട ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനാകട്ടെ ആകെ ജാടയിട്ടിട്ട് ഒരു ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോലും തയ്യാറായിരുന്നില്ല. മാത്രമല്ല അവന്റെ കുക്കായിട്ട് വന്ന ഒരാള് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ഡിഷ് പാചകം ചെയ്ത് അവർക്ക് എല്ലാവർക്കും കൊടുക്കുമ്പോൾ അത് കാണുന്ന അത് കഴിക്കുന്ന ഈഹന്റെ ആൾക്കാർ ആകെ അതിശയിച്ച് പോകുന്നുണ്ട്. കാരണം ഇതുവരെ അവരൊരിക്കലും കഴിച്ചിട്ടില്ലാത്ത മാതിരിയുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ഫുഡിനൊക്കെ. എന്നാൽ ഇതേ നേരം തന്നെ വേറൊരിടത്ത് കിങ് ഇപ്പൊ യഞ്ചിനെ അവന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഗാർഡനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് അവൻ പേഴ്സണൽ ആയിട്ട് വളർത്തുന്ന ആ ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ അവൻ ഏറ്റവും കൂടുതൽ ഇവിടെ പോയ്സൺ ആണെന്ന് പറഞ്ഞ് ശരിക്കും അവളെ പരിചയപ്പെടുത്തുന്നത് വെറും നമ്മുടെ നാട്ടിലത്തെ ചില്ലിയെ തന്നെയായിരുന്നു. അങ്ങനെ ഇത് കാണുമ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമായിട്ട് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോയ്സൺ ഒന്നല്ലെന്നും നമ്മുടെ ഡിഷസിനൊക്കെ സ്പൈസ് കൂട്ടാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന വെറും ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ചില്ലി എന്നും അവൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അവനാകട്ടെ അത് അപകടമാണ്, അവിടേക്ക് പോകണ്ടെന്നൊക്കെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇതിനിടയിൽ അവളെ മാക്സിമം അവിടെ നിന്ന് അകറ്റി നിർത്താനായിട്ട് അവൻ നോക്കുന്നതിൻ്റെ ഇടയിൽ അവർ രണ്ടുപേരും പെട്ടെന്ന് ക്ലോസ് ആവുമ്പോൾ യഞ്ചിനെ അടുത്ത് കാണുന്ന അവൻ അവളെ നോക്കി അവന്റെ മനസ്സിൽ അങ്ങനെ ഫൈനലി നിന്നെ ഞാനൊരു പെണ്ണായിട്ട് കണ്ടു തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവനിപ്പോ അവന്റെ ബാഗിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അവളുടെ ആ ഒരു ബാഗ് അവനിപ്പോ അവൾക്ക് കൊടുക്കുമ്പോൾ ഇനി തനിക്ക് തിരിച്ചു പോകാനായിട്ട് ഒരു വഴി കിട്ടുന്നുള്ള സന്തോഷത്തിൽ അവൾ പെട്ടെന്ന് വന്ന എക്സൈറ്റ്മെന്റിൽ അവനെ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് കാണുമ്പോൾ ഒന്നും കൂടിയും അവന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്. അങ്ങനെ അവൻ ഇവിടെ നിന്ന് ശരിയാവല്ലെന്ന് മനസ്സിലാക്കി പയ്യെ അവിടെ നിന്ന് അകന്നു പോകാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്നെന്താ നീ ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് ഓടി പോകുന്നതെന്ന് ചോദിച്ച് അവൾ അവനെ ഫോളോ ചെയ്യുമ്പോൾ അറിയാണ്ട് അവൻ ഉണ്ടായിരുന്ന ഒരു കരിയറിൽ തട്ടിയിട്ട് അവൻ പെട്ടെന്ന് വീഴാൻ പോകുമ്പോൾ അവനെ രക്ഷിക്കാനായിട്ട് യഞ്ചി ഇപ്പൊ ഓടി വന്ന് അവനെ പിടിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും മര്യാദയ്ക്ക് ഒരു പിടുത്തം കിട്ടാത്തോണ്ട് ഇപ്പൊ രണ്ടുപേരും താഴേക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് വീണ് പോവാണ്. അങ്ങനെ ഇപ്പൊ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനിൽ അങ്ങനെ കിടക്കുന്ന അവരെ രണ്ടുപേരെയും കാണിച്ച് ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിവേ, നിങ്ങൾക്ക് ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.